ഹീറോയെ ലോക്ക് ചെയ്ത് വീനെ പിടിച്ച് കിസ് അടിക്കാൻ തുടങ്ങി. വീ വിട് വിടടി വിടടി എന്നെ വീ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ വീനെ നോക്കിയിട്ട് പറയാൻ തുടങ്ങി. വീ നന്നായിട്ടുണ്ടല്ലോ. വീ പറയാൻ തുടങ്ങി. എന്തുമ്മാ നീ ചെയ്യുന്നത്? അതൊന്നുമില്ല, നാളെ നാളെ സ്കൂൾ ലീവാണ്. എന്താ ലീവ്? വീ പറയാൻ തുടങ്ങി. അതെ, സ്കൂൾ ലീവാണ്. നാളെ എൻ്റെ കൂടെ ഷോപ്പിംഗ് വരാൻ പറ്റുമോ? ഈ കൈവിടുമ്മ വിട്. വീണെ ഇടുപ്പ് പിടിച്ചിട്ടില്ലേ? അയ്യോ, ഇവൾക്ക് ഇല്ലെന്നല്ലോ. ശരി മാ, ഞാൻ നാളെ വരാം. ഇപ്പം എന്നെ വിട്ടുമാ. ഞാൻ വീൻ്റെ ഫ്രണ്ട് വിളിക്കാൻ തന്നെ. വീ എവിടെടാ ഉള്ളത്? ജിമിന് പറയാൻ തുടങ്ങി. ഇവൻ എവിടെ പോയി? വാതിൽ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. അതെ, വാതിൽ തുറന്നിട്ടുണ്ട്. ജിമ്മിന് വാതിൽ തുറന്ന് ചേച്ചിന് എവിടെയൊക്കെ പോയി ഇവന്? ഇവിടെ ഇല്ലല്ലോ, എൻ്റെ റൂമിലുണ്ടല്ലോ ഈ ജങ്കുക്ക് പറഞ്ഞ. വാതിൽ തുറന്ന് വെച്ച് വീൻ്റെ റൂമിൽ പോവാ. അങ്ങനെ വീൻ്റെ ഓഫീസ് റൂമിൽ വന്ന് നോക്കുക, ലോക്ക് ചെയ്തിട്ട് ഇവൻ എന്ത് റൂമിൻ്റെ ഉള്ളിൽ ചെയ്യുന്നേ? ജിമ്മിനിക്ക് ഒന്നും മനസ്സിലായി. ജിമ്മിൻ ശരി ഓക്കെ കിടന്ന് ഉറങ്ങുന്നതായിട്ട് അങ്ങനെയായിട്ട് ഇന്നെ കാണാതെ ജിമ്മിന് പോയി. ഹീറോയി പറയാൻ തുടങ്ങി. നാളെ എൻ്റെ കുട്ടി വരുന്നു എന്ന് പറഞ്ഞു. സമ്മതിച്ചു. ശരി വരാമ്മ, കുറച്ച് വിട്. അങ്ങനെ പൂടിച്ച് കിസ് അടിച്ച് അങ്ങനെ ഹീറോയി അവിടെ നെക്കിൽ ഒരു കടിക്കടിച്ചിട്ട് പോയി. അടിപ്പാവി കടിച്ചു കഴിഞ്ഞല്ലോ. അങ്ങനെയായിട്ട് ഹീറോയി ക്ലാസ്സിൽ പോയി. അങ്ങനെ കുറച്ച് ഒരുമാതിരി തന്നെ തണ്ണി കുടിച്ചായിരുന്നു. ജിമിന് വന്നു. എന്താടാ ടി? ഒന്നുമില്ലടാ. എന്താടാ മീടല്ലോ ഒരുമാതിരി? അതിനെ ഒന്നുമില്ല. ഇങ്ങനെ വീൻ്റെ ഷർട്ട് എന്താടാ അത് കാട്ടറ എന്നിട്ട് ഷർട്ടിന് ഇതാക്കി നോക്കും. അടുപ്പാവി, നീ എന്താ? ആരടാ കടിച്ചത്? ഗേൾഫ്രണ്ട് കടിച്ചതാ? എടാ മണ്ട, എനിക്ക് ഫിയാൻസി കൊണ്ട് പറഞ്ഞ് മറന്നു. അത് ശരിയാ, അവ അത് കടിച്ചതാ? എനിക്ക് കുറച്ച് ഡൗട്ടുണ്ടായിരുന്നു. എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ റൊമാൻസ് ചെയ്തതാ? പോടാ, ഒന്നുമില്ലടാ. ഇത് വീക്ക് വെക്ക വരാൻ തുടങ്ങി. വീടല്ല ചവന്ന് തക്കാളി മതി. ഫോട്ടോ ഇരിക്കും ഇവിടുന്ന്. അങ്ങനെ പറഞ്ഞ് അവിടുന്ന് പോയി. അതെ, രാവിലെ ആയി. ഇപ്പോൾ ഷോപ്പിംഗ് ഹീറോയിൽ കൂടെ ബൈക്കിൽ പോകാൻ തുടങ്ങി. ഹീറോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 2 ദിവസം നല്ല ഷോപ്പിംഗ് നന്നായിട്ട് അങ്ങനെ ഷോപ്പിംഗ് ഡേറ്റിംഗ് ചെയ്യുന്നു. 2 നാൾ ലീവായിരുന്നു. 3 നാൾ കോളേജിലേക്ക് വന്നു. അങ്ങനെയായിട്ട് കോളേജിൽ വരുമ്പോൾ ഒരു ചെക്കൻ വന്നു. പ്രിയ, എന്ത് പറ്റി? വിയും ജിമ്മിനോട് നിന്ന് നോക്കിയുണ്ടായിരുന്നു. എന്താടാ എൻ്റെ ആൾക്ക് പ്രപ്പോസ് ചെയ്യുന്നോ തോന്നോ? ഇവനും എൻ്റെ വൈഫിന് പുറകെ നടക്കാം, എൻ്റെ ഫിയാൻസിൻ്റെ പുറകെ നടക്കാൻ അറിയൂടാ. വി ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ ഒന്നും നോക്കാം എന്ന് പറഞ്ഞു വി. അങ്ങനെ നീലെടുത്ത് പ്രപ്പോസ് ചെയ്തു. എല്ലാവരും എൻകറേജ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ പറയൂ അല്ല, ഞാൻ ലവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സീനിയറായിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി. നിങ്ങൾ തേർഡ് ഇയർ സീനിയർ ആയിരുന്നു. സോറിപ്പാ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഓൾറെഡി എനിക്ക് ഫിയാൻസി ഉണ്ട് എന്നിട്ട് അവൾ അവിടെ നിന്ന് പോയിട്ട് പറയുന്നത്. അങ്ങനെ ആ ചെക്കന് കൈ പിടിച്ചു. ജാക്സൺ, എനിക്ക് ഓൾറെഡി മാരേജ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി എനിക്ക് ഫിയാൻസി ഉണ്ട് പറഞ്ഞ് ജാക്സൺ അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. അങ്ങനെ ടോർച്ചർ ചെയ്യായിരുന്നു ജാക്സൺ. ഹീറോയ്ക്ക് പഠിക്കാൻ നേരെ കഴിഞ്ഞില്ലായിരുന്നു. ഹീറോയെ അച്ഛനോട് പറഞ്ഞാ ഞാൻ കോളേജ് ചേഞ്ച് ആക്കാൻ പോവാ. എന്താ മോളെ നടന്ന കാര്യം പറയുന്നു. ജാക്സൺ വീണ്ടും വന്ന് ടോർച്ചർ ആക്കച്ചാ. ഇവന് ഫിയാൻസി ഉണ്ട് നമ്പില്ല. എന്നെ കോളേജിൽ പ്രശ്നം വെച്ചാ. അങ്ങനെ വീൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു. ജിമിൻ, നീ ഇപ്പോൾ തല്ലുണ്ടാക്കണ്ട, അതൊന്നും അറിയിക്കേണ്ട. അങ്ങനെ ഇത് ഹീറോയിനും ടെൻഷനായിരുന്നു. അങ്ങനെ അച്ഛനമ്മയോട് സംസാരിച്ച് നമുക്ക് വേഗം മാരേജ് ചെയ്യാം, ഇല്ലേ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വീക്കും ഹീറോയ്ക്കും റോസ് വന്നായിരുന്നു. റോസിൻ്റെ അടുത്തോട് വരും. റോസിക്ക് കല്യാണം എടുക്കുന്ന കാര്യം റോസിക്ക് ഷാക്കായി. ഇവള് നേര് പറഞ്ഞത് ഇതല്ല എന്ന്. അങ്ങനെ മാരേജ് ഹീറോയ്ക്ക് നടന്നു. വീക്കും പ്രിയാക്കും മാരേജ് ആയിട്ട് ഇന്ത്യൻ ട്രഡീഷണൽ മാരേജാണ്. അങ്ങനെ ഇതെല്ലാം എൻ്റെ ട്രഡീഷണൽ മാരേജ് കഴിഞ്ഞു. അതിനായിട്ട് കല്യാണം പെണ്ണായിട്ട് വന്നു. അങ്ങനെ എല്ലാവർക്കും അറിഞ്ഞായിരുന്നു മാരേജ് നടന്നു. അങ്ങനെയായിട്ട് അറിഞ്ഞു. കുറച്ച് ആൾക്കെല്ലാം അറിയുമായിരുന്നു ഹീറോയ്ക്ക് മാരേജ് എന്നിട്ട്. അങ്ങനെ ആർക്കെല്ലാം ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റില്ല ആർക്കും. അങ്ങനെ മാരേജ് ഹീറോയ്ക്കായി. അത് കാര്യം വീട്ടിലുള്ള പറഞ്ഞു. പ്രിൻസിപ്പൾ ഹീറോയ്ക്ക് മാരേജ് ആയി കാര്യം കുറച്ച് പേർക്കെല്ലാം അറിഞ്ഞു. അത് ജാക്സൻ്റെ കാതിക്ക് റൂമർമാർ വന്നു. ജാക്സൺ പറയും, ഇതൊന്നും ചുമ്മാ ജോക്കുന്ന, അവൾ എന്നെ ടോർച്ചർ ചെയ്യുന്നത്. അങ്ങനെ ഹീറോയ്ക്ക് കോളേജിൽ നന്നായിട്ട് പോവായിരുന്നു. അങ്ങനായിട്ട് ജാക്സന് വീണ്ടും വന്നു ഹീറോയിനെ ടോർച്ചർ ചെയ്തതാണ്. ജാക്സൺ, എനിക്ക് മാരേജായി. അങ്ങനെ ജാക്സൺ ഇങ്ങനെ അവൾ ഹെയർ ഇതാക്കുമ്പോൾ കുങ്കുമം കണ്ട് കൗത്തിൽ താലി കണ്ട് ജാക്സൻ്റെ കണ്ടു. ജാക്സനക്ക് ഷോക്കായി പോയി. എന്ത് താലിയാ? ജാക്സനക്ക് ഓൾറെഡി അറിഞ്ഞു ജാക്സൺ ഇന്ത്യ ട്രഡീഷണൽ മാരേജ് എങ്ങനെയാണ്. ജാക്സൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ജാക്സനക്ക് അറിഞ്ഞു. ജാക്സനക്ക് മനസ്സിലായി ഇവൾക്ക് മാരേജ് ആയോ, ഇവൾ ചുമ്മാ ഇവിടെ എന്നെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണെന്ന്. അങ്ങനെ ജാക്സൺ ഒന്ന് ടെൻഷനായി. ജാക്സൺ ഹീറോയി പറയാൻ തുടങ്ങി എനിക്ക് മാരേജ് ആയി. എന്ത് ഹീറോയി ടെൻഷൻ അവിടെ പോയി. അങ്ങനെ 2 പേർ വേറെ റൂമാണ്. അങ്ങനെ 2 പേർക്ക് ഫസ്റ്റ് നൈറ്റ്. അപ്പോൾ 2 പേർ ഉറങ്ങിയെന്ന് മാത്രമാണ്. ജാക്സൺ ടെൻഷൻ